ഇന്നലെ രാത്രി മുതലുള്ള ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി രണ്ടുപേരുടെ ലൈവ് സ്റ്റോറിയാണ് നമ്മൾ കേട്ടത്, അനുമോളുടെയും നോറയുടെയും. നോറയ്ക്ക് വേണ്ടി ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും പോയി ഒന്ന് കാണുക. അത് നോറയ്ക്ക് വേണ്ടിയിട്ടല്ല, എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും പോയി ഒന്ന് കാണുക. അപ്പോൾ ഓക്കെ, ഇന്നലെ നമ്മുടെ അനുമോളുടെ ലൈഫ് സ്റ്റോറി ആയിരുന്നു. അനുമോളുടെ ലൈഫ് സ്റ്റോറി അനുമോള് നന്നായിട്ട് പറയാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റിഗ്രഷൻ ബാധിച്ചവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടപ്പുണ്ടായിരുന്നു. അനുമോളോട് പെട്ടെന്നാണ് പറഞ്ഞത്. എല്ലാവരും കൂടി ഒരുപാട് പേര് ഇവിടെ ലൈഫ് സ്റ്റോറി പറയാനുണ്ട്. അക്ബർ, അതേപോലെ തന്നെ ആര്യൻ, നമ്മുടെ ജിസേല്, അങ്ങനെ കുറേ ആൾക്കാർ, ഷാനവാസ്, അനീഷ്, ഇവരെല്ലാം ഉള്ളപ്പോൾ പോലും ആദില, നൂറ, അനുമോള് പറയണമെന്ന് പറഞ്ഞ് എല്ലാവരും കൈപോക്കി. എന്തായാലും അനുമോള് പ്രിപ്പയർ അല്ല എന്ന് പറഞ്ഞു. പക്ഷെ അനുമോള് പറയാൻ ലാസ്റ്റ് എല്ലാവരും കൂടി പറഞ്ഞ് നിർബന്ധിച്ചനുസരിച്ച്, ബിഗ് ബോസും പറഞ്ഞനുസരിച്ച് അനുമോള് പറഞ്ഞു. അപ്പോൾ അനുമോളുടെ കുട്ടിക്കാലം, അച്ഛൻ, അതുപോലെ തന്നെ പ്രൊഫഷണൽ ലൈഫ്, പേഴ്സണൽ ലൈഫ്, അച്ഛൻ, പ്രൊഫഷണൽ ലൈഫ്, ഇത്രയാണ് അനുമോള് പറയാൻ പറഞ്ഞത്. അപ്പം കുട്ടിക്കാലം പറഞ്ഞു, അനുമോള് ട്രാൻഡത്താണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭയങ്കര ഒരു എല്ലാവരും വിചാരിച്ചു അനുമോൾ ഇപ്പോൾ കരഞ്ഞ് മെഴുകി ഒരുമാതിരി ആക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അനുമോള് കരഞ്ഞൊന്നുമില്ല, കരച്ചിലൊക്കെ വന്നു. പക്ഷേ അതൊക്കെ ഇടയ്ക്ക് ബോൾഡായി അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ ഒരു കഷ്ടപ്പെട്ടൊക്കെ വളർത്തിയതാണെന്നും ഒക്കെ പറഞ്ഞു. സാധാരണ ഗതിയിലുള്ള ഒരു ലൈഫ് സ്റ്റോറി ആയിട്ട് മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ പേഴ്സണൽ ലൈഫ് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പേഴ്സണൽ ലൈഫ് എന്താണ് പറയേണ്ടതെന്ന്. പേഴ്സണൽ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് നമുക്ക് എന്താണ്, നമുക്ക് ഒരു നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, അതെനിക്ക് നമുക്ക് പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ പ്രണയം, പിന്നെ നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം. പിന്നെ പ്രൊഫഷണൽ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് നമ്മൾ ഏത് പ്രൊഫഷനാണ് തിരഞ്ഞെടുത്തത്, നമ്മൾ എങ്ങനെയാണ് ആ പ്രൊഫഷൻ നമ്മൾ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. പിന്നെ അച്ഛൻ്റെ കാര്യം, അച്ഛൻ കരിപ്പെട്ടി ബിസിനസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞ് രാവിലെ തന്നെ ഈ കരിപ്പെട്ടി അച്ഛൻ കരിപ്പെട്ടി ബിസിനസ് ആയിരുന്നു, കരിപ്പെട്ടി സതീഷ് എന്ന് പറഞ്ഞാണ് പിന്നെ എല്ലാവരും അറിയപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ അപ്പാനിയൊക്കെ ഭയങ്കരമായിട്ട് മോശമായിട്ട് അനുമോളെ ഇന്നലെ തൊട്ട് കളിയാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കരിപ്പെട്ടി ഒന്നും വേണ്ട. പിന്നെ രാവിലെ അനുമോള് വന്ന് പിന്നെ അപ്പാനിയും ഫുഡ് അപ്പാനിയും, അതേപോലെ തന്നെ സാബുമാനും നോറയല്ല നമ്മുടെ റെനയും കൂടി ഇരിക്കുന്ന സമയത്ത് പിന്നെ അനുമോൾ ഇങ്ങനെ അതിൻ്റെ കൂടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, പഴങ്കഞ്ഞിയാണോ കുടിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ പോയി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് അവളെ പോലെ കരിപ്പെട്ടി ഇട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടില്ല, പരിഹസിക്കുന്ന പോലെ. അപ്പാനി കരിപ്പെട്ടി കച്ചവടം ചെയ്ത് ജീവിക്കുന്നത് നാണക്കേടിൻ്റെ ആവശ്യമില്ല. മുറുക്കാൻ കച്ചവടം ചെയ്തും ബീഡി തെറുത്തും ഇന്നല്ല പണ്ട് മുതലേ ഒരുപാട് മാതാപിതാക്കൾ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി വലിയ ഉന്നത നിലയിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെയും മാതാപിതാക്കൾ പല ഗസറ്റഡ് ഓഫീസേഴ്സും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും വക്കീലന്മാരും ഒന്നും ആയിരിക്കത്തില്ല. എല്ലാവരും ഒരുപാട് മാതാപിതാക്കൾ കൂലിപ്പണി ചെയ്തും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയൊക്കെയാണ് മക്കളെ വളർത്തുന്നത്. നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാം സർ, അദ്ദേഹത്തിന്റെ ബുക്സ് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. അദ്ദേഹം കുട്ടിക്കാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തുമൊക്കെ ഇരുന്ന് അങ്ങനെ പഴയ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് മരക്കെ ഒരുപാട് പേരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് വലിയ ആൾക്കാരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാവരുടെയും അവരുടെ മാതാപിതാക്കളും അവരും ഒക്കെ വളരെ കഷ്ടപ്പെട്ടും ദാരിദ്ര്യം നിറഞ്ഞ ബാല്യം സഹിച്ചുമൊക്കെ ഒരുപാട് ആൾക്കാർ, മഹാന്മാർ വലിയ സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരിഹസിക്കാതിരിക്കൂ. കരിപ്പെട്ടി കച്ചവടം ചെയ്യുന്നത് മോശമായ കാര്യമല്ല. ആരുടെയും കട്ടും ഓട്ടിച്ചും ഭീഷണി പിടിച്ചു പറിച്ചും ജീവിക്കാണ്ടിരുന്നാൽ മതി. സമൂഹത്തിൽ നമ്മളെപ്പോഴും ജോലി ചെയ്ത് ജീവിക്കുന്ന ഏത് ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അഡ്വക്കേറ്റ് ആണ് ഞാൻ. പിന്നെ 4 ബിരുദാനന്തര ബിരുദമുള്ള വ്യക്തിയാണ്. 11 വർഷമായിട്ട് ക്രിമിനൽ ലോയറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ഗൂഗിളിൽ നിങ്ങൾക്ക് അടിച്ചു നോക്കില്ല, മനക അസോസിയേഷൻ, അഡ്വക്കേറ്റ് അനക. പക്ഷെ ഞാൻ ചെയ്യുന്നത് ഒരു യൂട്യൂബിൽ ഇരുന്ന് വർത്താനം പറയുന്നതാണ്. ഒരുപാട് ആൾക്കാർ എന്നെ കളിയാക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ്, നിങ്ങൾക്ക് ഒരു പണിയില്ല, നിങ്ങൾ ആരുടെ PR ആണെന്ന്. അത് എൻ്റെ എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു ജോലി ഞാൻ തിരഞ്ഞെടുത്തതാണ്. അതുപോലെ തന്നെ ഞാൻ രാവിലെ ഒരു 40-50 പേർക്ക് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, ക്രൗഡ് കിച്ചൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ 50 പേർക്കെങ്കിലും ഏറ്റവും കുറഞ്ഞ ഒരു 40-50 പേർക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഒറ്റയ്ക്ക് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി വിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇതൊന്നും ഒരു നാണക്കേടുള്ളതല്ല. നമ്മൾ എന്ത് ചെയ്യില്ല. അപ്പം നാട്ടുകാർക്ക് ചോറുണ്ടാക്കി കച്ചവടം ചെയ്യലാണ് ജോലി എന്ന് പറഞ്ഞാൽ അത് നാണക്കേടിൻ്റെ ആവശ്യമില്ല. എന്ത് ജോലി ചെയ്യാനും നമുക്ക് അന്തസ്സാണ്. നമ്മളെല്ലാം വൈറ്റ് കോളർ ജോബ് ചെയ്ത് ജീവിക്കത്തോളൂ എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ നമ്മളൊരു ദരിദ്ര രാജ്യമാണ്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. അപ്പാനി ഞാനിത് അപ്പാനി കേട്ടില്ല. ഏതെങ്കിലും കാലത്ത് അപ്പാനിയൊക്കെ ഞാൻ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. മര്യാദയ്ക്ക് ഇനിയെങ്കിലും കണ്ണു തുറന്ന് ജീവിക്കട്ടെ, തറയിൽ ചവിട്ടി ജീവിക്കട്ടെ, ആകാശത്ത് പോയി നിൽക്കാണ്ട്. എല്ലാവരെയും പരിഹാസവും അവർ മോശമാണെന്ന് പറയുകയും ഒക്കെ പറയുന്ന പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഒന്നുമില്ലെങ്കിലും ബിഗ് ബോസിന്റെ 72 ക്യാമറയിൽ ഏതെങ്കിലുമൊക്കെ ക്യാമറയിൽ നമ്മളെ കാണിക്കുന്നുണ്ടല്ലോ. നല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ക്യാമറ നല്ലത് കാണിക്കത്തുള്ളൂ അപ്പാനി. അപ്പോൾ അപ്പാനി വലിയ സിനിമാ നടനായതുകൊണ്ടുള്ള കുശുമ്പ് കൊണ്ടൊന്നും പറയല്ല. പിന്നെ കുശുമ്പിൻ്റെ ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും തലയിലെടുത്തുണ്ടെങ്കിൽ സിനിമയിലൊക്കെ ആവും. പക്ഷേ നമുക്ക് ദൈവം തരുന്ന കഴിവുകൾ ഒരിക്കലും നശിപ്പിക്കാതിരിക്കുക, അതിൽ അഹങ്കരിക്കാതിരിക്കുക. കലാകാരന്മാർക്ക് ഒരു കഴിവാണ്.
അപ്പോൾ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ ഇതിനെക്കുറിച്ച്. അപ്പം അനിമോളെ പറഞ്ഞത് കൊണ്ടല്ല, അനിമോളെ എന്നല്ല, അപ്പോൾ എനിക്ക് ഭയങ്കര പരിഹാസമാണ്, എല്ലാവരെയും പരിഹാസമാണ്. അതിൻ്റെ ഉദാഹരണം ഇന്ന് അനീഷ് രാവിലെ അനീഷിൻ്റെ മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു. മോർണിംഗ് ടാസ്കിൽ അനീഷ് എല്ലാവരും പറഞ്ഞു അനീഷ് പറയണം. ഇവരൊക്കെ പറയാനുള്ളവർക്കൊക്കെ പറയാതെ അനീഷിനെ മാത്രം പറയിക്കേണ്ട ആവശ്യം എന്താണ്? അനീഷ് പറഞ്ഞു ഞാൻ പ്രിപ്പയർ അല്ല, ഇന്നലെ അടി കൊണ്ട് വലിയ പ്രശ്നമായില്ലോ. ഇന്നലെ അനീഷിനെ നമ്മൾ ചെറിയ വീഡിയോ, ഞാൻ ഡയറക്റ്റ് വന്നില്ല, ഇന്നലെ എനിക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഡയറക്റ്റ്, എന്നിട്ടും ഞാൻ വീഡിയോസ് ഇട്ട് കിട്ടാം. അപ്പോൾ അപ്പം അനീഷിന് ഇന്നലെ അനീഷിൻ്റെ ടീമായിരുന്നല്ലോ, അപ്പാനിയും അനീഷും അതുപോലെ തന്നെ നമ്മുടെ സാബുമാനുമായിരുന്നു. അപ്പോൾ അനീഷിന് എന്തുകൊണ്ട് നിർഭാഗ്യവശാൽ തൊപ്പി സേവ് ചെയ്യാനായിട്ട് അവിടെ കിടക്കേണ്ടി വന്നു. അപ്പോൾ അനീഷിനെ ഉപദ്രവിച്ചു, കായികമായിട്ട് പല ആൾക്കാരും ഉപദ്രവിച്ചു. അക്ബർ, ഷാനവാസ് അതുപോലെ തന്നെ ലക്ഷ്മി അങ്ങനെയുള്ളവരെല്ലാം കായികമായിട്ട് ഉപദ്രവിച്ചു. ഇനി ഈ അപ്പാനി ഉപദ്രവിച്ചോന്ന് ഇപ്പം എൻ്റെ സംശയം, വെറുതെ സംശയം പറയല്ല. കാരണം അവർ ഈ ഉള്ളിൽ പകയുമായിട്ട് നടക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഇവരൊക്കെ ഭയങ്കരമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ പകയാണ്. പിന്നെ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ആ തെറ്റുകൾ മറക്കാൻ വേണ്ടി മറ്റുള്ളവരെ പഴിചാരുകയാണ് ഇവരുടെയൊക്കെ സ്വഭാവം. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മോർണിംഗ് ടാസ്ക് അനീഷിന് കൊടുത്തു. അപ്പോൾ അനീഷ് പറഞ്ഞു എനിക്ക് തീർത്തും സുഖമില്ല, വയ്യാണ്ടിരിക്കുവാണ്. അപ്പോൾ പക്ഷേ എല്ലാവരുടെയും ഒരു ഒറ്റക്കെട്ട അഭിപ്രായത്തിൽ ബിഗ് ബോസ് ഓക്കെ എന്ന് പറഞ്ഞു, അങ്ങനെ സംസാരിക്കാനിരുന്നു. അപ്പോൾ അനീഷിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ അനീഷിനെ മരമണ്ടൻ, ഇവൻ മൈജിയുടെ മോനാണ്, മറ്റേതാണ് മറിച്ചേതാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണല്ലോ അനീഷ്. അപ്പോൾ അനീഷ് കോമഡറായിട്ട് വന്നത് കൊണ്ട് തന്നെ അനീഷിന് ഒരു കഴിവുമില്ല, അനീഷ് വളരെ ഡൂക്ലിയാണ് എന്നുള്ള രീതി. ഇവരൊക്കെ ഒരു സിനിമയിലോ അല്ലെങ്കിൽ 2 സിനിമയിലോ മുഖം കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇപ്പം എന്നെ പോലെ തന്നെ വന്നിരുന്ന സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന അലയ്ക്കുമ്പോൾ 10 പേര് കാണുവാണെങ്കിൽ ഇവരൊക്കെ വലിയ ആൾക്കാരെന്നാണ് ഇവരുടെ ധാരണ. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്ന കുറേ ആൾക്കാരാണ് നമ്മുടെ 4 ചുറ്റും അവിടെ ബിഗ് ബോസിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത കുറേ എണ്ണം. അപ്പം കോമണറായ അനീഷ് വന്നിരുന്നത് അനീഷിന് ഒരു കഴിവില്ലെന്നാണ് ഇവർ വിചാരിച്ചത്. അപ്പോൾ അനീഷ് ഇതുവരെ അനീഷിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അനീഷിൻ്റെ ഏജ് അറിയാനായിട്ട് വെപ്രാളം. എന്തിനാണ് അനീഷിൻ്റെ ഏജ് അറിയുന്നത്? അനീഷിന് ഇപ്പോൾ 50 വയസ്സായിക്കോട്ടെ. ഏജ് എന്ന് പറയുന്ന ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ്. ഏജ് ഒന്നും ഒരു കാര്യമുള്ളല്ല. 18 വയസ്സുള്ള ഒരു കുട്ടി ചെയ്യുന്നതും 40 വയസ്സുള്ള ഒരു മനുഷ്യൻ, ഒരു മുതിർന്ന ഒരാൾ ചെയ്യുന്നതും ചിലപ്പോൾ 18 വയസ്സിനേക്കാൾ കൂടുതൽ ഫിസിക്കൽ കാര്യങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ 40 വയസ്സുള്ളവന് കഴിഞ്ഞേക്കാം. അതുകൊണ്ട് ഏജിന്റെ കാര്യത്തിൽ ആരെയും അങ്ങ് മാറ്റി നിർത്താമെന്ന് വിചാരിക്കരുത്. കാരണം നമ്മളെന്ന് പറയുന്നത് ഏജിനെ ബേസ് ചെയ്തല്ല. ചെറിയ കുട്ടിക്ക് ചിലപ്പോൾ വലിയ ആൾക്കാരുടെ കാര്യം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണല്ലോ റെന ഫാത്തിമയെ നമ്മൾ ആദ്യം അംഗീകരിച്ചത്. പക്ഷേ റെന ഫാത്തിമ എന്ന് പറയുന്ന വ്യക്തി 18 വയസ്സിന് മെച്യൂരിറ്റിയെ പിന്നീട് കാണിച്ചുള്ളൂ. വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടാണ് ആൾക്കാരെല്ലാം അവരെ എടുത്തിട്ട് കൊടുത്തത്. അത് അവരുടെ മോശം ബിഹേവിയർ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അനീഷിൻ്റെ വയസ്സറിയാനുള്ള ത്വരയായിരുന്നു എല്ലാവർക്കും. അപ്പോൾ അനീഷിൻ്റെ വയസ്സ് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തിനാണ് ബിഗ് ബോസ് മറ്റുള്ളവരുടെ വയസ്സ് അറിയിക്കേണ്ട ആവശ്യം? എന്താണ് ബിഗ് ബോസിനോട് പറയുക? ഇപ്പോൾ എൻ്റെ വയസ്സ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. കാരണം ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കൂടെയാണ് ഒരുമിച്ച് 3-4 വയസ്സുള്ളപ്പോൾ കൊണ്ടുവന്ന് അവരെ ക്ലാസ്സിലിരുത്തിയതാണ്. കാരണം വീട്ടിൽ ഇളയതായതുകൊണ്ട് തന്നെ അവർ കൊണ്ടിരുത്തി. ആ വർഷമാണ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എന്നെ വീട്ടിൽ പ്രസവിച്ചതാണ്. എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് 4 വയസ്സിൽ ഞാൻ മരിച്ചുപോയ ഒരാളാണ്. വീണ്ടും ജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ എനിക്ക് വേണ്ടിയിട്ട് ഒന്നും എഴുതി വെച്ചില്ല. എൻ്റെ ഒരു വർഷം പോലും എനിക്കറിയില്ല. എൻ്റെ സഹോദരങ്ങൾക്കും അറിയില്ല ഞാൻ ഏത് വർഷമാണ് ജനിച്ചത്, ഏത് കറക്റ്റായിട്ടൊരു ഡേറ്റ് അറിയില്ല, ഒരു ദിവസം പോലും എനിക്കറിയില്ല. പിന്നെ നമ്മൾ SSLC ബുക്കിലൊക്കെ ഉള്ളത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പറയുക എന്നുള്ളതാണ്. അതൊന്നും കറക്റ്റ് അല്ല. അപ്പം അത് നമ്മൾ ഈ പറയുന്ന ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് പല ഡേറ്റ് ഓഫ് ബർത്ത്, എൻ്റെ ഏറ്റവും മൂത്ത ആൾ പറയും നീ ഈ ദിവസമാണ് ജനിച്ചത്, എൻ്റെ രണ്ടാമത്തെ ആൾ പറയും നീ ഈ ദിവസമാണ് ജനിച്ചത്, എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ടൊരു ഡേറ്റോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. ഒരു ബർത്ത്ഡേ എൻ്റെ ലൈഫിൽ എനിക്ക് ഇന്ന് വരെ ഞാനൊരു ബർത്ത്ഡേ കേക്ക് മുറിച്ചിട്ടില്ല. കാരണം എൻ്റെ ബർത്ത്ഡേ എന്നാന്ന് അറിയില്ല. അതാണ് ഒരു പ്രശ്നം. കാരണം നമുക്ക് മാതാപിതാക്കളില്ല. പോട്ടെ, അതവിടെ എൻ്റെ കാര്യം. അപ്പം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറയണമെന്ന് പറഞ്ഞപ്പോൾ അതിനൊരു ബഹളം. അപ്പോൾ അവൻ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു. എന്തൊരു വർഷം പറഞ്ഞു, ഇത്ര 39 വയസ്സോ 38-39 വയസ്സോ എന്തെന്ന് തോന്നുന്നു പുള്ളിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അതിനുശേഷം പുള്ളി പറഞ്ഞതൊക്കെ കേട്ടിട്ട് എല്ലാം ബ്ലണ്ടർ അടിച്ചു കേട്ടോ. കാരണം ഒരിക്കലും അനീഷ് ഇത്ര എഡ്യൂക്കേറ്റഡ് ആണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്നും അനീഷ് ഒരു എഴുത്തുകാരനാണെന്നും അനീഷ് ബുക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നും അതുപോലെ തന്നെ അനീഷ് ക്യാമ്പസ് പ്ലേസ്മെന്റ് ജോലി കിട്ടിയ ആളാണെന്നും 10 വർഷം ബാങ്കിൽ ജോലി ചെയ്ത ആളാണെന്നും അതിനുശേഷം മാനേജറായിട്ട് റിസൈൻ ചെയ്ത ആളാണെന്നും അതുപോലെ തന്നെ ബാംഗ്ലൂർ, ഹൈദരാബാദ് പോലെയുള്ള മിക്കവാറും ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ജോലി ചെയ്തിട്ടുള്ള ഒരാളാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പൊന്നോ ബ്ലെൻഡർ അടിച്ച് നാറി. എന്തോ പറയുന്നേ ഇല്ല നാറിയന്മാരുടെ പുറത്ത് വീണ്ടും ഇങ്ങനെ ചീഞ്ഞ വെള്ളം ഒഴിച്ചാൽ എങ്ങനെയാണെന്നൊരവസ്ഥയാണ് അവിടെ ഇരിക്കുന്ന പല ആൾക്കാർക്കും കിട്ടും.
അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ അനീഷ് നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് നല്ല ഒരു പാവപ്പെട്ട ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് ഒരു കർഷക കുടുംബത്തിൽ നിന്ന ഒരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ കുറിച്ച് സംസാരിച്ചു. അച്ഛനും അമ്മയ്ക്ക് 2 മക്കളാണ്, അതിലെ മൂത്തതാണ്, ഇളയത. അപ്പം എന്തായാലും പേഴ്സണൽ ലൈഫ് ചോദിച്ചിട്ടില്ല. കുട്ടിക്കാലം, അച്ഛൻ, അതേപോലെ തന്നെ പ്രൊഫഷണൽ പേഴ്സണൽ ലൈഫ് ചോദിക്കാഞ്ഞത് എനിക്ക് തോന്നുന്നു കിട്ടിയില്ല. ചോദിക്കാന്നല്ല, അതിനെ ഡോട്ട് എടുത്ത് കിട്ടിയില്ല. അതൊരു കാര്യമായി. കാരണം അത് ഡിവോഴ്സ് ചെയ്യാണെന്ന് പറഞ്ഞ് അവിടെ കുറേ ആൾക്കാർ കളിയാക്കുന്നുണ്ട്. ആരുടെ ഡിവോഴ്സ് ചെയ്ത്? ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 2 വ്യക്തികൾ തമ്മിൽ അവർക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ അവർ അവരുടേതായിട്ടുള്ള ഇഷ്ടപ്പെട്ട ലൈഫിലേക്ക് പോവുക. ഈ തമ്മിലടിച്ച് മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് ഡിവോഴ്സ് ചെയ്ത് അവനവൻ്റെ കാര്യം തിരക്കി പോകുന്നത്, അല്ലേ? ചില ആൾക്കാർ ഡിവോഴ്സ് ചെയ്ത് പോകും, ചില ആൾക്കാർ കോടതിയിൽ കയറി ഇറങ്ങും. നമുക്ക് 2 പേര് തമ്മിൽ ജീവിക്കാൻ കഴിയുന്നില്ല, ഒരുമിച്ച് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ 2 പേരും 2 വഴിക്ക് പോകുന്നത് തന്നെയാണ് ബെറ്റർ. അതുകൊണ്ട് ഡിവോഴ്സിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല. നമ്മൾ 2 വഴിക്ക് പോകേണ്ടവരാണ്. നമുക്ക് ജീവിക്കാൻ ഒരു തരത്തിൽ എന്തിനാണ് നമ്മളിങ്ങനെ കടിച്ചു തൂങ്ങുന്നത്? വർഷങ്ങൾ ഇങ്ങനെ കടിച്ചു തൂങ്ങി ഉള്ള ലൈഫ് 10 ദിവസമെങ്കിലും സമാധാനമായിട്ട് ജീവിച്ചു മരിക്കുക, അവരൊരു ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു പോവുക. കുഞ്ഞുങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ 2 പേരും അച്ഛനെ വേണ്ടപ്പോൾ അച്ഛനും അമ്മയെ വേണ്ടപ്പോൾ അമ്മയും കുട്ടികൾക്ക് കൊടുക്കുക. എന്തായാലും മനീഷിന് കുട്ടികളൊന്നുമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് അനീഷിൽ നിന്ന് കിട്ടിയ. വളരെ പോസിറ്റീവായിട്ടുള്ള നല്ല രീതിയിൽ മുന്നോട്ട് പോയി ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നും അതിൽ പ്രധാനപ്പെട്ട ഒരാൾ ഇപ്പോഴും ആങ്കറായിട്ടുള്ള ഒരാളുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നും അവിടുത്തെ ലോക്കൽ ചാനൽ തൃശ്ശൂർ ആണ്. എനിക്ക് അനീഷിനോട് പ്രത്യേകിച്ച്, ഞാനൊരു തൃശ്ശൂർക്കാരി, എൻ്റെ ഫാദർ തൃശ്ശൂർക്കാരനാണ്, പക്ഷേ അതിൻ്റെ ഒരു സ്നേഹമൊന്നുമില്ല. പക്ഷേ അയാളൊരു കോമൻഡറായിട്ട് വന്ന് വളരെ അയാൾ ആരെ കൂടെ ഒരു പരദൂഷണം, അയാൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് മനസ്സിൽ ഒരു ഗ്യാങ്ങിലും പെടാതെ, ഒരാളിനെ കുറിച്ചും കുറ്റം പറയാതെ, ഒരു പരദൂഷണവും ചെയ്യാതെ ഒറ്റയ്ക്കായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാൾ, അതാണ് ഒരു ക്വാളിറ്റിയാണ്. അയാളെ വിശ്വസിച്ച് ആർക്കും അതിൽ പറഞ്ഞത് നമുക്ക് ഓർമ്മ വരുന്നു. അയാളെ വിശ്വസിച്ച് എന്തും പറയാം, കാരണം അയാൾ അടുത്ത ഒരാളിലേക്ക് കൊടുക്കില്ല. അത് തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. അതൊരു വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സംസ്കാരമാണ്. ആ സംസ്കാരം ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് അനീഷിനെ ഇഷ്ടം, ഉള്ളത് പറയില്ല. അപ്പോൾ ഷാനവാസിന് പിന്നെ നമ്മൾ ഇതിലൊക്കെ കണ്ട്, ഷാനവാസ് കുറച്ചുകൂടി ഒരു പൗരുഷം നിറഞ്ഞ, നമ്മൾ സ്ത്രീ എന്നുള്ള രീതിയിൽ പൗരുഷം നിറഞ്ഞ ഒരു മനുഷ്യൻ. പിന്നെ ഇപ്പോൾ അയാൾക്ക് അസുഖമൊക്കെ ഉണ്ടെന്ന് നമ്മൾ പുറത്തുനിന്ന് അറിഞ്ഞു. അയാൾക്ക് അസുഖത്തിന് പോലും വെല്ലുന്ന രീതിയിൽ മുന്നോട്ട് വന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് ഷാനവാസിനെ ഇഷ്ടം. ആദില നൂറയെ ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യം, ആദില നൂറ വരെ ബോൾഡായിട്ടുള്ള കുട്ടികളാണ്. അവരുടേതായിട്ടുള്ള ഇഷ്ടം തിരഞ്ഞെടുത്തെങ്കിലും അവരിപ്പോഴും മാതാപിതാക്കളുടെ സ്നേഹം അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അനുമോളെ ഇഷ്ടം, അനുമോളെ എല്ലാവരും കൂടി ഒറ്റത്തിരിഞ്ഞ് ആക്രമിച്ചപ്പോൾ അവൾ ഭയങ്കര പിടിച്ചു നിൽക്കാൻ ഒരുപാട് വിഷമിച്ചു. അപ്പോൾ അവളെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് തോന്നി. അതുകൊണ്ടാണ് അനുമോളെ ഇഷ്ടം. അനുമോൾ ജെനുവിനായിട്ടുള്ള നിൽക്കുന്ന പേഴ്സൺ ആണ്. അനുമോൾ ഒരുപാട് കള്ളം പറയുന്നില്ല. അനുമോൾ ജെനുവിനാണ്. അത് നമുക്ക് സത്യസന്ധത മനസ്സിലാവുന്നുണ്ട്. മറ്റുള്ളവർ എത്ര പറഞ്ഞാലും അനുവിൻ്റെ യഥാർത്ഥ സ്വഭാവമാണെന്നാണ് എനിക്ക്. അനു ഗെയിം കളിക്കുകയാണ്, അതൊക്കെ. പക്ഷേ അനുവിൻ ജെനുവിൻ പേഴ്സണാലിറ്റി, ഒരു സത്യസന്ധമായ ട്രൂത്ത് പേഴ്സണാലിറ്റി ആണ് എന്നെനിക്ക് ഫീൽ ചെയ്തത് അനുവിനെയാണ്. എല്ലാവരെയും ഈ 4 പേരെയാണ് നമുക്ക് കറക്റ്റായിട്ട് തോന്നിയത്. നൂറ അതിലേക്കാട്ടി കൂടുതൽ നൂറ, അതുപോലെ തന്നെ അനുമോള്, നൂറ, അനീഷ, ഷാനവാസ്, ഇവരെ 4 പേരെയും വളരെ കറക്റ്റ് പേഴ്സണാലിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇവർ 4 പേരെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ. അപ്പോൾ എന്തായാലും അനീഷിൻ്റെത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അനീഷ് അങ്ങനെ കർണാടകയിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. തെലുഗു കന്നഡയൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അതിനുശേഷം ആൾക്ക് ഗവൺമെൻറ് ജോബ് കിട്ടി. ഗവൺമെൻറ് ജോബ് പുള്ളി 5 വർഷത്തേക്ക് പുള്ളിയുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് പുള്ളി റിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നതാണ്. ഞാൻ 11 വർഷം വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ വക്കീൽ പണി ഉപേക്ഷിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചും എനിക്കൊന്ന് ജീവിക്കേണ്ടത്. പ്രൊഫഷൻ എൻ്റെ മാതാപിതാക്കളുടെ ഇഷ്ടമായിരുന്നു. എൻ്റെ അച്ഛനൊക്കെ ഞാൻ വക്കീലായിട്ട് വേണം, എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഇഷ്ടമായിരുന്നു എൻ്റെ പ്രൊഫഷൻ. പക്ഷേ എനിക്ക് പ്രൊഫഷൻ ഞാൻ പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് പേരെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയ ആളാണ്. പക്ഷേ എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ കലാകാരിയാവണം. ഇതുപോലെ തന്നെ എന്നെ പബ്ലിക്കിന് കുറച്ച് മെസ്സേജുകൾ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ്. ഞാൻ ബിഗ് ബോസ് ഒരിക്കലും റിവ്യൂ ചെയ്യാൻ ആഗ്രഹിച്ച ഒരാളല്ല. ബിഗ് ബോസ് റിവ്യൂ ചെയ്യാൻ ആഗ്രഹിച്ചത് എന്നെ 10 പേർ അറിയട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് കേട്ടോ. 10 പേർ അറിയട്ടെ. കാരണം ഞാൻ എൻ്റെ സിനിമ ഇറങ്ങിയിട്ടില്ല. ഞാൻ മൂവി ചെയ്തിട്ടുണ്ട്. നേരിനകത്ത് നമ്മൾ ലാലേട്ടൻ്റെ കൂടെ മൂവി ചെയ്തിട്ടുണ്ടായാലും പക്ഷെ നമ്മളെ അറിയാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ട് അതിനകത്ത് ചെയ്തിട്ടില്ല. ഒരു 4 ദിവസത്തോളം ലാലേട്ടൻ്റെ ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. ലാലേട്ടൻ്റെ 4ാമത്തെ കസേര ഇരിക്കുന്ന ഞാനാണ്. ലാലേട്ടൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു ഭാഗ്യം, ലാലേട്ടൻ ഇവിടെ ഇരിക്കുമ്പം ലാലേട്ടൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കിവിടെ ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടി. അപ്പുറത്തും ഇപ്പുറത്തും അങ്ങനെയൊക്കെ ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിലും പക്ഷേ അത് നമ്മളെ നമുക്കൊരു സിഗ്നേച്ചർ ഉള്ള ഒരു ക്യാരക്ടർ നമുക്ക് കിട്ടില്ല. കാരണം ക്യാരക്ടർ എല്ലാം ഡിസൈഡ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് മൊമെന്റാണ് ഞാൻ സിനിമ അഭിനയിക്കണമെന്നൊരു ആഗ്രഹം തുറന്നു പറഞ്ഞത്. അപ്പം എന്നെ എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്യണം എന്നുള്ളത് ഞാൻ സമീപിച്ച ആൾക്കാർക്ക് പെട്ടെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ മൂവി വന്നത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാനൊരു ക്യാമറയുടെ മുന്നിൽ നിൽക്കണം. അതാണ്
ഒരു ക്യാമറയുടെ മുന്നിൽ അങ്ങനെ ലാലേട്ടൻ്റെ നേര് മൂവിയിലാണ് ഞാൻ നിന്ന് 4 ദിവസം ലാലേട്ടൻ്റെ ഇപ്പുറത്തെ കസേര സിദ്ദിഖിക്ക, പ്രിയാമണി ഇവരുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ശാന്തി എല്ലാവരെയും പരിചയപ്പെട്ടു, ജിത്തു ജോസഫ് സാർ എല്ലാവരെയും പരിചയപ്പെട്ടു. അപ്പോൾ ഓക്കെ, അത്രയാണ്. പിന്നെ വേറെ രണ്ട് മൂവി ചെയ്തിട്ടുണ്ട്, അതൊന്നും ആയിട്ടില്ല. മൂവീസൊക്കെ ഇനി എൻ്റെ ബോക്സൊക്കെ നടക്കുന്നതേ ഉള്ളൂ. പിന്നെ ഒരു ഡോക്യുമെൻ്ററി ചെയ്തു, അതിനകത്ത് ഓൾറെഡി വന്നു. പിന്നെ ഒരു നാടകം ചെയ്തു. നാടകം 2-3 നാടകം സ്റ്റേജിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് മാറി ഞാൻ ഇപ്പോൾ ഞങ്ങൾ സോപാനത്തിൻ്റെ ബിജു സോപാനം, നമ്മുടെ ഉപ്പുമുളകിലെ ചേട്ടൻ്റെ കൂടെ അവരുടെ ഒരു തിയേറ്ററുണ്ട്, പ്രയാഗ തിയേറ്റേഴ്സ്, അതിൻ്റെ ഒരു നാടകം ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ 1-2 ചെറിയ പരസ്യ ചിത്രത്തിലും അതുപോലെ തന്നെ 1-2 പിന്നെ പ്രൊമോയിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ചെറിയ കാര്യം. അപ്പം നമ്മളെ ഇപ്പോൾ കുറച്ച് പേരെ നമ്മളെ അറിയണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മൾ യൂട്യൂബ് എന്ന് പറയുന്ന സംഭവം. യൂട്യൂബ് ഉണ്ടായിരുന്നു, അതിന് കുറച്ച് പ്രശ്നം വന്ന യൂട്യൂബ് പ്രൈവറ്റ് ചാനലാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് പഴയ യൂട്യൂബ് ചാനൽ കിട്ടാത്തത്. അപ്പോൾ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ട് വന്നേ ഉള്ളൂ. അപ്പം എല്ലാ മനുഷ്യരും അതേപോലെ തന്നെ. അപ്പോൾ നമ്മളുടെ ഒരു ഇഷ്ടത്തിൻ്റെ പുറകെ നമ്മൾ വന്നുകൊണ്ട് നമ്മളുടെ പ്രൊഫഷൻ അവിടെ മാറ്റി തൽക്കാലത്തേക്ക് 100% നമ്മൾ അതിനകത്ത് ഡെഡിക്കേറ്റഡ് ആവാതെ കുറച്ചൊന്ന് മാറി നിൽക്കുന്നു. അതിലുള്ള ഡാൻസ് കാര്യങ്ങൾ ചെയ്യുന്നു. അത്യാവശ്യം ഡാൻസ് പഠിക്കാൻ ആഗ്രഹമുള്ള ആളായിരുന്നു. പണ്ടൊക്കെ ഡാൻസ് കളിക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ 3-4 വർഷം കൊണ്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഇത്. അതുപോലെ തന്നെയാണ് എനിക്ക് ആ ഒരു ഇതാണ്. നമ്മൾ പിന്നെ ഇപ്പം അനീഷ് ഗവൺമെൻറ് ജോലി കിട്ടിയത്. അനീഷ് അവിടെ റിസൈൻ ചെയ്തില്ല. അനീഷ് അവിടെ ലോങ് ലീവ് എടുത്തു. ഇത് ഒരു ബിഗ് ബോസിൽ വരണം എന്നുള്ള ആഗ്രഹം സാധിക്കുന്നു. പിന്നെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2ാമത്തെ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പ്രസാധകർക്ക് കൊടുത്തിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇഷ്ടപ്പെട്ടു. കാരണം അതൊരു നല്ല മെസ്സേജാണ്. നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടായാലും നമുക്കൊരു സ്ഥാനത്ത് എത്തണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ 100% നമ്മളെ ഡെഡിക്കേഷനോടുകൂടി ആഗ്രഹിച്ചാൽ നടക്കും എന്നുള്ളതാണ് അനീഷ് അവിടെ തരുന്ന മെസ്സേജ്. നമ്മൾ ഓരോ ആൾക്കാർക്കും ഓരോ കണ്ടസ്റ്റൻറ്റും നമ്മൾ സൊസൈറ്റിക്ക് എന്തൊക്കെ മെസ്സേജ് കൊടുക്കാൻ പറ്റുമോ, നമ്മൾ മറ്റുള്ളവർക്ക് ഒരു വാക്ക് കൊണ്ടെങ്കിലും ഇൻസ്പിറേഷൻ ആകാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. അല്ലാണ്ട് പരദൂഷണവും കുശുമ്പും കുന്നായ്മയും പരദൂഷണവും മറ്റുള്ളവരെ അടിക്കാനും ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും മാത്രം നടക്കാതെ നമുക്ക് മറ്റുള്ളവരിലേക്ക് എന്തൊക്കെ മെസ്സേജുകൾ കൺവേ ചെയ്യാമോ അതൊക്കെ ചെയ്യാനാണ് നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത് ചെയ്യുക. ഞാൻ എൻ്റെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഞാൻ അതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ അഡ്വക്കേറ്റ് അനഘ എസ് എന്നുള്ള പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാലും അതിനകത്തും ഞാൻ ഇതേപോലെയുള്ള അത്യാവശ്യം ഇൻസ്പിറേഷൻ വീഡിയോസൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. 60,000 ഫോളോവേഴ്സ് ഉള്ള ഒരു പേജാണ് എൻ്റെത്. 60,000 ഉണ്ട്. അപ്പോൾ 60,000 ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊന്നും അധികാരം അറിഞ്ഞിട്ടില്ല എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്നൊന്നും ആർക്കും അറിയില്ല. കാരണം നമ്മൾ അവിടെ പിന്നെ അഡ്വക്കേറ്റ് അനഘയാണല്ലോ, ഇവിടെ അമ്മൂസ് തോട്ടല്ലേ, അമ്മു ആരാണ് എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണും കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരും. നമ്മളിപ്പം ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേഷൻ പറയുന്നേ ഉള്ളൂ. അപ്പോൾ ആരുടെയും PR അല്ല, ഈ തെറി വിളിക്കുന്നത് കൊണ്ടാണ്. PR എന്ന് പറഞ്ഞാൽ നമ്മളെ തെറി വിളിക്കാൻ വരുന്നതുകൊണ്ട് നമുക്ക് ദേഷ്യം വരുന്നത്. അപ്പോൾ തെറി വിളിക്കാണ്ട് നിങ്ങൾ കാണുക. ആരുടെയും PR അല്ല, നന്നായിട്ട് കളിക്കുന്നവർ സപ്പോർട്ട്. ഇപ്പോൾ രേണു ഒരുവിധം അത്യാവശ്യം രേണു കളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് രേണുവിനെ നമ്മളിനി നന്നായിട്ട് കളിച്ചാൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യില്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷേ മോശം കാണിച്ചാൽ രേണുവിനെ നമ്മൾ വലിച്ചു കയറുകയും ചെയ്യും. അപ്പോൾ അനുമോളായാലും വലിച്ചു കയറും. പക്ഷേ ഒരു കുഴപ്പമില്ലാണ്ട് അവർ നന്നായിട്ട് കളിക്കുന്നു. ഇപ്പം നമ്മൾ 4 പേരെയാണ്, നമ്മൾ 4-5 പേരെ നമുക്ക് ആ ഒരു ഹൗസിൽ അത്യാവശ്യം. പിന്നെ ജിസേലും കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട്. പക്ഷേ ജിസേല് പിടിച്ച അതിന് ജിസേല് ചെയ്ത തെറ്റുകൾ അംഗീകരിക്കാൻ തയ്യാറല്ല. ഭയങ്കര റൂൾ ബ്രേക്കിംഗ് ആണ്. അതാണ് നമുക്ക് ജിസേലിനെ അങ്ങോട്ട് 100% അങ്ങോട്ട് പിടിയിട്ടാത്തത്. പിന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിനുള്ള നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത ആൾക്കാർ. ബിന്നിനെ എനിക്ക് അംഗീകരിക്കാനേ കഴിയുന്നില്ല. അതുപോലെ അപ്പാനി ശരത്ത്, പിന്നെ അക്ബറിന് പാട്ടുകാരൻ എന്നുള്ളതിൽ അക്ബറിന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ആര്യൻ നന്നായിട്ട്, ഞാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ ആര്യൻ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ ആര്യന് എവിടെയൊക്കെയോ ആര്യന് ഈ പിന്നെ എന്ത് പറയണം, ഒരുമാതിരിയുള്ള കോഴി സ്വഭാവം, എല്ലാവരെയും പരിഹസിക്കുന്ന സ്വഭാവം, ആരെയും അംഗീകരിക്കാത്ത സ്വഭാവം, ഭയങ്കര എന്തോ പറയുക, പിന്നെ ഞാനെന്നൊരു ഭാവം, ഞാനെന്നൊരു വലിയ സംഭവമാണ് എന്നുള്ള ഭാവം. അതാണ് ആര്യനെ എനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്തത്. പിന്നീട് ഉണിയിൽ പിന്നെ കളിക്കുന്നില്ല. അഭിലാഷ് കളിക്കുന്നില്ല എന്നുള്ള, അല്ലാണ്ട് എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്നില്ല. അഭിലാഷിനെ ഇഷ്ടമാണ്. റെനയും എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്നില്ല. ഈ ജീവിയുടെ സ്വഭാവം കളഞ്ഞാൽ മതി. റെനയും നല്ല കുട്ടിയാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടാതിയൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിനിപ്പോൾ ഓരോ ആൾക്കാരെയും, നമ്മുടെ ഈ 21 കണ്ടസ്റ്റൻറ്റുകളെയും കുറിച്ച് ഞാൻ ഓരോ ആൾക്കാരെയും കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു വിലയിരുത്തൽ വീഡിയോസ് ഞാൻ ഇടാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോരുത്തരുടെയും ഫോട്ടോസ് വെച്ചിട്ട് എനിക്ക് എൻ്റെ കാഴ്ചപ്പാട്. അപ്പം നിങ്ങൾക്കത് ആരെയാണോ നിങ്ങൾക്കത് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ളത് ഇപ്പം നമ്മൾ ഈ വൈൽഡ് കാർഡ് കൂടി വന്നില്ല. അപ്പോൾ നമ്മൾ ഒരാഴ്ച കൂടി കഴിയുമ്പോഴത്തേക്ക് ഇവരെയും കൂടി നമുക്കത് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ഇവരെ ഇപ്പം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെയും കൂടി മനസ്സിലാക്കിയിട്ട് 21 കണ്ട് ഇപ്പം അടുത്ത ആഴ്ച ആരൊക്കെ എവിക്റ്റ് ആവും എന്നറിയില്ല. ചിലപ്പോൾ 2-3 പേര് എവിക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്.
കാരണം ഇപ്പോൾ ലാസ്റ്റ് കിടക്കുന്ന നമ്മുടെ ശൈത്യ, ഒനിയൽ, അതുപോലെ തന്നെ റെന ഫാത്തിമ, ഈ 3 പേരാണ്. ചിലപ്പോൾ 2 പേരെ ഔട്ടാക്കി കഴിഞ്ഞാൽ ഒനിയലും ശൈത്യയും പോവും. അപ്പാനി 4 പേരെ ഔട്ടാക്കി കഴിഞ്ഞാൽ അപ്പാനിയും പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പം ഇവർ നല്ലതാണ്. അപ്പം ലൈവ് അപ്ഡേഷൻസ് ഞാനിപ്പോൾ വോട്ടിംഗ് ലൈവ് അപ്ഡേഷൻസ് നമ്മളിടാം. അതുപോലെ തന്നെ പിന്നെ ഇവർ ഓരോരുത്തരെ കുറിച്ചിട്ടുള്ള ഇത് ഞാൻ വൈൽഡ് കാർഡ്സിനെ കൂടി ഒന്നും കൂടി പഠിച്ചിട്ട് അതും ഇടാം. ഇപ്പം നമ്മൾക്ക് ഈ ലൈവ് അപ്ഡേഷൻസ് ഒക്കെ കാണുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളിലേക്ക് എൻ്റെ വീഡിയോ നമ്മൾ പുതിയൊരു വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. നമ്മൾ പുതിയ അപ്ഡേഷൻസ് ഒക്കെ ഇനി വോട്ടിംഗ് അപ്ഡേഷൻസ് ഒക്കെ ഇടാൻ പോവാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. നോട്ടിഫിക്കേഷൻ കിട്ടും എൻ്റെ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക്. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഹാപ്പി ഓണം നാളെ പറയാം. ഇന്ന് പൂരാടയിലായിട്ടുള്ളൂ, നാളെ അല്ലേ ഉത്തരാടം. അപ്പോൾ എനിക്ക് സൊമാറ്റോയിൽ സദ്യ ഉണ്ടാക്കി കൊടുക്കണുണ്ട്. ഞാൻ സൊമാറ്റോയിൽ സദ്യയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ എനിക്ക് അതിൻ്റെ ജോലിയും കൂടെ ഉണ്ട്. നമ്മൾ സൊമാറ്റോയിലുണ്ട് കേട്ടോ, അമ്മൂസ് കിച്ചൺ എന്നാണ്. അപ്പോൾ ഇപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. കാരണം ഇപ്പോൾ 2-3 ദിവസത്തേക്ക് ഇനിയിപ്പോൾ നാളെ മുതൽ നമ്മൾ ഓണാവും. നമ്മുടെ സൊമാറ്റോയിൽ കയറി നോക്കി ചെക്ക് ചെയ്താൽ അറിയാം, അമ്മൂസ് കിച്ചൺ. ഇഞ്ചിക്കറി, നാരങ്ങ, മാങ്ങ, പിന്നെ അതുപോലെ തന്നെ പുളിശ്ശേരി, പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. പുളിശ്ശേരി, സാമ്പാർ, ഇതെല്ലാം ഉണ്ടാവും. പിന്നെ സദ്യ ഉണ്ടാവും. നാളെ സദ്യ ഉണ്ടാവും. തിരുവോണത്തിന് സദ്യ ഇടണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. തിരുവോണത്തിന് സദ്യ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുമല്ലോ. പക്ഷേ വീട്ടിൽ ഉണ്ടാക്കാത്തവർക്കും ഞാൻ സൊമാറ്റോയിൽ സദ്യ ഇടും. തിരുവോണം അവിട്ടം വരെ സദ്യ, സൊമാറ്റോയിൽ സദ്യ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മൂസ് കിച്ചണാണ്. അപ്പോൾ ഇതാണ് നമ്മളെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. വീഡിയോ എല്ലാവരും കണ്ടവർക്കെല്ലാം താങ്ക്സ്.